ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം പി.സി. ജോർജിൻ്റെ മകൻ കഴിഞ്ഞ ദിവസം ഒരു കുറ്റസമ്മതം നടത്തി. അത് മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ വന്നതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അമ്മായി അച്ഛനും, അതായത് എൻ്റെ ഭാര്യയുടെ അച്ഛൻ ജഗതി ശ്രീകുമാർ, എൻ്റെ അമ്മായി അച്ഛനും ഒരു പറ്റം ആളുകളും ചേർന്ന് നിർബന്ധിച്ച് എൻ്റെ ഭാര്യയെ മതം മാറ്റി. അവരുടെ യഥാർത്ഥ പേര് പാർവതി എന്നാണ്, ജഗതി ശ്രീകുമാറിൻ്റെ മകളുടെ പേര്. നിർബന്ധിച്ച് മതം മാറ്റി. ഇപ്പോൾ അച്ഛനും മകനും BJP-യിൽ ചേർന്നല്ലോ. അപ്പം ഇപ്പോൾ എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വെളിപാട് വന്നത് ഷോൺ ജോർജിന്? അദ്ദേഹം അതിൻ്റെ ബാക്കി പറഞ്ഞിരിക്കുന്നത്, അന്ന് അതായത് ജഗതി ശ്രീകുമാറിൻ്റെ മകളെ പാർവതിയെ ഷോൺ ജോർജ് ഇവർ പ്രണയിച്ച് കല്യാണം ചെയ്യുകയായിരുന്നല്ലോ. ഇവർ നിയമ വിദ്യാർത്ഥികളായിട്ട് പഠിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി. അങ്ങനെ പാർവതിയെ ഷോൺ ജോർജ് വിവാഹം കഴിക്കുന്നു, പ്രണയിച്ചിട്ട്. അങ്ങനെയാണ് സംഭവം. അപ്പോൾ അന്ന് ഈ കല്യാണം കഴിക്കുമ്പോൾ അന്ന് അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായില്ല. ഏത് മതം മാറ്റിയതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായില്ല. ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്, നോട്ട് ദ പോയിന്റ്, മിയാ കുൽപ്പ, എൻ്റെ പിഴ, എൻ്റെ ഏറ്റവും വലിയ പിഴ, എൻ്റെ പിഴ. ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിത മതപരിവർത്തനമാണെന്ന് ഷോൺ ജോർജ് കണ്ടെത്തിയിരിക്കുന്നു. അതായത് പി.സി. ജോർജും ഷോൺ ജോർജും അച്ഛനും മകനും BJP-യിൽ ചേർന്നതിന് പിന്നാലെ ഒരു വലിയ കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിത മതപരിവർത്തനമാണ്. അവൾ എന്നെയാണ് സ്നേഹിച്ചത്, പാർവതി. ഇന്നെൻ്റെ ഏറ്റവും വലിയ വേദന ഭാര്യയെ മതം മാറ്റിയതാണെന്ന് ഷോൺ ജോർജ്. കാര്യങ്ങളുടെ പോക്ക് എവിടേക്കാണ് മനസ്സിലായില്ല. ഇതിനകത്തൊരു ഒരു പിൻകുറിപ്പുണ്ട്. അതായത് ഇതൊരു വേറൊരു ചെറിയ വീഡിയോ ആയിട്ട് പറയാമെന്ന് വിചാരിച്ച്. എനിക്ക് പി.സി. ജോർജുമായിട്ട് വളരെ വർഷങ്ങളുടെ ഒരു സൗഹൃദമുണ്ടെന്ന് ഞാൻ മുമ്പൊരിക്കൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വാർത്തയൊന്നും ഉണ്ടാക്കാനല്ല, നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുമല്ല, നമ്മൾ ഇടയ്ക്ക് പോയി കാണും. അദ്ദേഹം MLA-യും ചീഫ് വിപ്പൊക്കെ ആയിട്ടിരുന്നൊരു കാലത്ത് പലതവണ MLA ആയി പൂഞ്ഞാറിയിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ പോയി ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് അന്ന് ഈ കല്യാണം നടക്കുന്ന സമയമാണ്. അതായത് ജഗതിയുടെ മകളെ പി.സി. ജോർജിൻ്റെ മകൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്ത് എന്നോട് പി.സി. ജോർജ് സംസാരിച്ച ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ ഓർമ്മിക്കുന്നത്. ഇപ്പം എന്നോട് പി.സി. ജോർജ് പറഞ്ഞു, ഋഷിക്കറിയാമോ, കഴിഞ്ഞ ദിവസം ജഗതി ഇവിടെ വന്നിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് പി.സി. ജോർജ് MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് ഉണ്ട്. ഇത് പി.സി. ജോർജ് പറഞ്ഞതിൻ്റെ വേർഷനാണ്. ഞാൻ ജഗതിയോട് ഇന്നുവരെ ഇത് കൂട്ടിച്ചോദിക്കാൻ പോയിട്ടില്ല. അപ്പം ഋഷിക്കറിയാമോ, ജഗതി വന്നിട്ട് സംസാരിച്ചത്, എനിക്ക് ഒരു വിഷമമേ ഉള്ളൂ. ജഗതിയുടെ വാക്കുകളാണ് പി.സിയോട് പറഞ്ഞതായിട്ട് പി.സി. എന്നോട് പറഞ്ഞത്. നമ്മൾ രണ്ട് സമുദായക്കാരാണ്. ഇപ്പം നിങ്ങൾ ക്രിസ്ത്യൻ, ഞാൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ടയാളാണ്. അപ്പം എൻ്റെ മകളും നിങ്ങളുടെ മകനും തമ്മിൽ ഇഷ്ടമായി. ഞാൻ അത്തരം ഇഷ്ടത്തെ ഒന്നും ഞാൻ എതിർക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എനിക്ക് ഒരു റിക്വസ്റ്റ് വയ്ക്കാനുണ്ട് പി.സി. ജോർജിനോട്. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം ജഗതി വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭാഷണം നടന്നിട്ടില്ല എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം ജഗതി ശ്രീകുമാർ പി.സിയോട് പറഞ്ഞത്, ആവശ്യപ്പെട്ടത്, എൻ്റെ മകളെ, ഉപയോഗിച്ച വാക്കതാണ്, എൻ്റെ മകളെ തെമ്മാടിക്കുഴിയിൽ അടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അവൾ പ്രായമായി, അല്ല എപ്പോഴാന്ന് വെച്ചാൽ അവളുടെ മരണം ശേഷം അവളെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് തെമ്മാടിക്കുഴിയിലേക്ക് അവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു തീരുമാനങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാവണം. വിവാഹം നടക്കട്ടെ, ഞാനതിന് എതിരല്ല, അനുകൂലമാണ്. പക്ഷേ ഇതിനകത്ത് ഇത്തരം ചില കാര്യങ്ങളിലൊരു തീരുമാനം എടുക്കണം. നിങ്ങൾ കുടുംബം മുൻകൈ എടുത്തിട്ട് എടുക്കണം. അപ്പം ജഗതി ആവശ്യപ്പെട്ടത് മതം മാറ്റം തന്നെയാണ്. പി.സി. ജോർജ് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്.
ജഗതി ആവശ്യപ്പെട്ടു മകളുടെ പേര് മാറ്റിയിട്ട് ക്രിസ്ത്യാനിയാക്കി മാറ്റിയിട്ട് കല്യാണം നടത്തണമെന്ന് ജഗതി ആവശ്യപ്പെട്ടു എന്നാണ് PC ജോർജ് വെളിപ്പെടുത്തിയത്. ഇപ്പൊ ഇത് പറയേണ്ടി വരുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഇതുവരെ ഒരു വിഷയമായിട്ട് ഇത് അവതരിപ്പിക്കുകയൊന്നും ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു. കാരണം ഇതൊരു ഫോമൽ മീഡിയ ഇന്റർവ്യൂ ഒന്നും ആയിരുന്നില്ല. ഒരു സ്വകാര്യ സംഭാഷണം ആണ് ശരിക്കും ഉണ്ടായത്. ആ സംഭാഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഇത് അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജും എൻ്റെ അടുത്ത സുഹൃത്താണ്, എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ആളാണ് ഷോൺ ജോർജ്. പക്ഷെ ഷോൺ ജോർജ് ഇപ്പൊ ഇത് വെളിപ്പെടുത്തുമ്പോൾ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റി, ഭയങ്കര കുറ്റബോധം കൊണ്ട്, എനിക്ക് പാപഭാരം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ആ വാക്കുകൾ പറഞ്ഞല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചെന്നാണ്, ഏറ്റവും വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് മകളെ ഭാര്യയെ മതപരിവർത്തനം ചെയ്യുന്നതിനെ പറ്റി ഷോൺ ജോർജ് പറയുമ്പോൾ, പിന്നെ പുതിയ രാഷ്ട്രീയം അച്ഛനും മകനും BJP-യിലേക്ക് പോയത് വെച്ചിട്ട് കൂട്ടി വായിക്കുമ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യൻ വീട്ടിലേക്ക് വിവാഹം ചെയ്യപ്പെട്ടു പോകുന്ന സ്വന്തം മകളുടെ ഒരു നാളത്തെ ജീവിതം എന്താണെന്ന് ആശങ്കപ്പെടുന്ന ഒരു അച്ഛൻ്റെ വാക്കുകളായിട്ടാണ് ഞാനതിനെ PC ജോർജിനോട് സംസാരിച്ചതിനെ ഞാൻ വിലയിരുത്തുന്നത്. ഞാൻ ഒരിക്കലും ജഗദീഷ് ശ്രീകുമാറിനെ അങ്ങനെ അതിനകത്ത് ഞാൻ ഒരു വിമർശനപരമായിട്ടൊന്നും പറയാം. ഒരച്ഛൻ്റെ കരുതൽ ആ വാക്കുകളിലുണ്ട്. നിങ്ങളുടെ മകൻ എൻ്റെ മകളെ കല്യാണം കഴിക്കുന്നു, ഓക്കെ, പ്രേമിച്ചിട്ട്, പക്ഷെ എൻ്റെ അച്ഛൻ്റെ കരുതലായിട്ട് ഞാൻ പറയുന്നു എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് പ്രകാരമായിരിക്കാം ഈ നിർബന്ധിത മതം മാറ്റം നടത്തിയിട്ട് ഈ വിവാഹം നടന്നത് എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഇപ്പം ഷോൺ ജോർജ് പറഞ്ഞത് അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണത്. കാരണം അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നു, ഷോൺ ഞാനിങ്ങനെ ചെയ്തു പോയി, തെറ്റായി പോയി. എൻ്റെ ഭാര്യയുടെ അച്ഛനും കുറേ പേരും കൂടെ ചേർന്ന് ആ വാക്ക് അത് വ്യക്തമാണ്. അതായത് എൻ്റെ അമ്മായിയച്ഛനും ഒരുപറ്റം ആളുകളും ചേർന്ന് നിർബന്ധിച്ച് എൻ്റെ ഭാര്യയെ മതം മാറ്റിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതിനകത്തൊരു ആരോപണ സ്വഭാവം കൂടിയുണ്ട്. സത്യം ഇതൊക്കെയാണെന്ന് ഇപ്പം ഇതിൽ നമുക്ക് വ്യക്തമാണ്. അപ്പം നമുക്ക് ഇങ്ങനൊരു കാര്യം ഇവിടെ വിലയിരുത്തുന്നതിലും തെറ്റില്ല. കാരണം ഇത് പൊളിറ്റിക്സുമായിട്ട് ഇപ്പം ലിങ്ക് ചെയ്യപ്പെട്ടു. ഇവർ BJP-യിലേക്ക് അച്ഛനും മകനും പോയൊരു സാഹചര്യത്തിൽ അപ്പോൾ ജഗതി അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ കരുതുന്നില്ല. PC ജോർജിനെ പറ്റി എനിക്ക് പറയാവുന്ന, PC ജോർജ് പല രാഷ്ട്രീയ വിവാദങ്ങളിലും പോയി പെടാറുണ്ടെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വളരെ സത്യസന്ധതയുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഇത്രയും വർഷമായിട്ട് PC ജോർജിനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം പറയും ചില കാര്യങ്ങൾ, ഞാൻ ഇന്നേരെ കണ്ടു, ഞാൻ ഫോണിൽ സംസാരിച്ചു, ഞാനത് മുഖത്ത് നോക്കി പറയും. അപ്പോൾ PC ജോർജിന് കുറച്ച് അങ്ങനെ ഒരു സത്യസന്ധത വാക്കുകളിൽ പാലിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം കള്ളം പറയുമെന്ന് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം പലതും തുറന്നടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. തുറന്നടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് തിരിച്ചടികളുണ്ടാവും, ശത്രുക്കളുടെ എണ്ണം കൂടും. തുറന്ന് പറയുന്നവർക്ക് ശത്രുക്കളുടെ എണ്ണം, രാഷ്ട്രീയക്കാരായാലും ആരായാലും തുറന്നഭിപ്രായം പറയുന്നവർക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുകയുള്ളൂ. അപ്പൊ PC ജോർജിനും മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കള് രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും. അത് അദ്ദേഹം തുറന്നു പറച്ചിലിൻ്റെ ഒരാളായതുകൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം പല കുരുക്കുകളിലും പോയി വീഴാൻ എപ്പോഴും സാധ്യതയുണ്ട്. വിവാദങ്ങളിൽ ഇപ്പൊ സ്വപ്ന സരിത വിവാദങ്ങളൊക്കെ നമുക്കറിയാം, സ്വർണ്ണക്കടത്ത്, സരിത സോളാറൊക്കെ നമുക്കറിയാം. അവിടെയൊക്കെ PC ജോർജ് ഓരോന്നിലും ചാടി ഓരോരോ വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഇതൊക്കെ അത് ഒരു ഓപ്പൺനെസ് ആണ്, ഒരു തുറന്ന സമീപനം PC-ക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് PC കള്ളം പറയുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ജഗതിയുടെ നിലപാട് ഒരു അച്ഛൻ്റെ കരുതൽ ആയിട്ട് ഞാൻ കാണുന്നു. ഇതിലാരെയും ഞാൻ ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇത്ര വൈകി ഇങ്ങനെ ഷോൺ ജോർജ് മകൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ഒരു ഇതുണ്ട്. അതാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം.